ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് മസ്ജിദുൽ ഹറമിൻ്റെ ചുറ്റുഭാഗത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ ഇന്ന് വീഡിയോയിൽ ചെയ്യുന്നത്. അതും ഗിന്നസ് റെക്കോർഡിലൊക്കെ ഇടം നേടിയ സംഭവങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കാം. ആദ്യം എനിക്കും ഇതൊന്നും അറിഞ്ഞിരുന്നില്ല കേട്ടോ. പിന്നീട് നമ്മൾ അറിയാൻ ശ്രമിക്കുമ്പോഴാണ് ഇതൊക്കെ ഇത്രയും വലിയ സംഭവങ്ങളായിരുന്നു എന്നുള്ളത് പോലും നമ്മൾ ചിന്തിക്കുക. അപ്പോൾ ഇതാ മാഷാ അല്ലാ, എല്ലാവർക്കും ഇവിടെ ഹറമിലെത്താനൊക്കെ ഭാഗ്യം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മൾ വീഡിയോയിലോട്ട് പോകാം. ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന ഈ ഒരു കെട്ടിടം ഉണ്ടല്ലോ, ആ ഒരു കെട്ടിടത്തിൻ്റെ ജനാലകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? അപ്പോൾ ആ ഒരു കെട്ടിടത്തിൻ്റെ ജനാലകൾ ഉണ്ടല്ലോ, അത് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ സൗദി ഇടം നേടിയ ഒരു സംഭവമാണ് കേട്ടോ. അതുപോലെ തന്നെ ഇത് നമ്മൾ ജിദ്ദയിൽ നിന്നും മക്കയിൽ നിന്നൊക്കെ നമ്മൾ വരുമ്പോൾ ഈ ഒരു ഭാഗത്താണ് കേട്ടോ നമ്മൾ ടാക്സിക്ക് വരാറുള്ളത്. ഏകദേശം 79 ഡോറിൻ്റെ ആ ഒരു ഭാഗത്തോട്ടൊക്കെയാണ് നമ്മൾ എത്താറുള്ളത്. അപ്പോൾ ആ ഒരു ഭാഗത്തുണ്ടല്ലോ, ഹറമിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുണ്ടല്ലോ ഈ ഒരു ബിൽഡിംഗ് ഉണ്ട്. സ്കൈ മുസല്ല എന്നറിയപ്പെടുന്ന ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയ ഏറ്റവും ഉയരത്തിലുള്ള തൂക്കിയിട്ടിരിക്കുന്ന മസ്ജിദ്, തൂങ്ങിക്കിടക്കുന്ന മസ്ജിദ് എന്നൊക്കെ പറയുന്ന പോലെയാണ് ആ ഒരു മസ്ജിദ് ഉള്ളത്. അപ്പോൾ ഇതാ വീഡിയോയിൽ ഇപ്പോൾ കാണുന്നില്ലേ, ഇതാണ് ആ മസ്ജിദ്, സ്കൈ മുസല്ല അറിയപ്പെടുന്ന മസ്ജിദ്. അപ്പോൾ ഈ ഒരു രണ്ട് ബിൽഡിങ്ങിൻ്റെ ഇടയിലാണ് കേട്ടോ ഈ ഒരു സംഭവം ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ ഒരു ബിൽഡിങ്ങിന് അങ്ങനെ ഗിന്നസ് റെക്കോർഡിൽ ഇടം നേടിയ ഒരു ബിൽഡിംഗ് ആണെന്നുള്ളൊരു പേരും കൂടെ ഉണ്ട് കേട്ടോ. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 483 മീറ്റർ ഉയരത്തിലാണ് കേട്ടോ ഈ ഒരു സ്കൈ മുസല്ല, അതായത് ഹാങ്ങിങ് പ്രയർ റൂം, ഹാങ്ങിങ് മസ്ജിദ് എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു സ്കൈ മുസല്ല സ്ഥിതി ചെയ്യുന്നത്. ഈ ജബൽ ഒമർ എന്നുള്ള ഈ ഒരു ബിൽഡിങ്ങിൽ 36, 37, 38 ഈ ഒരു 3 ഫ്ലോറിലായിട്ടാണ് കേട്ടോ ഈ ഒരു സ്കൈ മുസല്ല ഉള്ളത്. അപ്പോൾ ഇതാ മസ്ജിദുൽ ഹറമിൽ അതിനുശേഷം പിന്നീടുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്നതൊക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മുടെ ക്ലോക്ക് ടവർ. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ക്ലോക്ക് ഉള്ളത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ നമ്മുടെ മക്ക റോയൽ ക്ലോക്ക് ടവർ കോംപ്ലക്സ്. അപ്പോൾ ഇതിൻ്റെ 4 നിലകളിലായിട്ട് വെറും ഷോപ്പിംഗ് കോംപ്ലക്സുകളും ഫുഡ് കോർട്ടുകളാണ് കേട്ടോ. 3rd ഫ്ലോറും 4th ഫ്ലോറും ഫുഡ് കോർട്ടുകളാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ഇതിൽ എക്സിബിഷൻ സെൻറ്ററുകളും ബ്രാൻഡഡ് ഐറ്റംസും അങ്ങനെ എല്ലാ സംഭവങ്ങളുമാണ് കേട്ടോ ഈ ഒരു 4th ഫ്ലോർ വരെ ഉള്ളത്. പിന്നെ അതിൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഏത് റൂമിൽ നിന്ന് നോക്കിയാലും നമുക്ക് ഹറം കണ്ടുകൊണ്ട് നിസ്കരിക്കുക. അത് ഇതിൻ്റെ മെയിൻ ഒരു അട്രാക്ഷൻ തന്നെയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡെയിലി വരുമാനം നമ്മൾ മസ്ജിദുൽ ഹറമിന് വേണ്ടിയിട്ടുള്ളതാണ്. 120 നിലകളിലായിട്ട് നിൽക്കുന്ന ഈ ഒരു ക്ലോക്ക് ടവറും ലോകത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ ക്ലോക്ക് സ്ഥിതി ചെയ്യുന്ന ആ ഒരു ടവർ ഉണ്ടല്ലോ, അതും നമ്മുടെ മസ്ജിദുൽ ഹറമിന് തൊട്ടടുത്തായിട്ടാണ് കേട്ടോ ഉള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും ഈ ഒരു ക്ലോക്ക് ടവർ ഫുള്ളായിട്ട് നമുക്ക് കാണാനും ഒക്കെ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. ചില ആളുകളൊക്കെ കൂടുതൽ എക്സ്പെൻസ് ആവുമെന്ന് വിചാരിച്ചതുകൊണ്ട് ഇവിടെ വരാൻ മടിക്കാറുണ്ട്, മലയാളികളാണെങ്കിലും മറ്റുള്ള രാജ്യക്കാരാണെങ്കിലും. കാരണം അത്യാവശ്യം നല്ല റേറ്റാണ് റൂമിനും കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ ഇവിടുത്തെ ഫുഡ് കോർട്ടുകളൊക്കെ അത് ആ ഒരു ബേസിലാണെന്ന് വിചാരിച്ചിട്ട് ഇവിടെ വരാതിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ക്ലോക്ക് ടവറിലുള്ള അൽബൈക്കിൻ്റെ സ്റ്റോറാണ് കേട്ടോ ഇത്. ഇവിടെ താസിജ് അതുപോലെ എല്ലാ ഐറ്റം ഫുഡും കാര്യങ്ങളും ഇവിടെ കിട്ടും ക്ലോക്ക് ടവറിൽ. അപ്പോൾ ഇവിടെ മറ്റുള്ള ബ്രോസ്റ്റ് കടയിലൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അൽബൈക്ക് വാങ്ങിക്കുമ്പോൾ നമുക്ക് പുറത്താണ് നെഗറ്റ്സ് മാത്രമേ ഉള്ളൂ. പുറത്താണെങ്കിൽ 17 റിയാലാണ് വരുന്നത്. അല്ല, നമ്മൾ ക്ലോക്ക് ടവറിൽ വെച്ചിട്ടാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ 19 റിയാലാണ് അവർ വാങ്ങിക്കുന്നത് കേട്ടോ. പക്ഷേ ഇവിടെ സാധാ ബ്രോസ്റ്റ് കടയിലൊക്കെ നമ്മൾ ബ്രോസ്റ്റ് വാങ്ങിക്കാനാണെങ്കിൽ 22 റിയാലോളം വരുന്നുണ്ട്. അപ്പോൾ അൽബൈക്കിൻ്റെ ഈ ഒരു സ്റ്റോറിൽ 2 റിയാൽ അധികമാണെങ്കിൽ പോലും നമുക്കിതാ ഹറം ഫ്രണ്ടേജ് ആയിട്ട് ഇങ്ങനെ ഒരു വ്യൂവിലിരുന്ന് നമ്മുടെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ നമുക്ക് സമയം ചിലവഴിക്കുക. ഇവിടെ അത്യാവശ്യം ഈ ഒരു 3rd ഫ്ലോറിലും 4th ഫ്ലോറിലുമായിട്ട് അത്യാവശ്യം ഏരിയ ഫുഡ് കോർട്ടിന് വേണ്ടിയിട്ട് തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഉംറയ്ക്കൊക്കെ വരികയാണെങ്കിലും ഹറമിൽ ഇതുപോലെ തന്നെ വേറൊരു ബിൽഡിങ്ങിലിരുന്നാലും നമുക്ക് ഇതേപോലെ അൽബൈക്കൊക്കെ വാങ്ങിച്ചിട്ട്
സെയിം റേറ്റ് ആണ് കേട്ടോ. അൽബൈക്കൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് ഹറം ഫ്രണ്ടേജ് ആയിരുന്നു കണ്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കുക. ആ സ്ഥലവും ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ 3rd ഫ്ലോറും 4th ഫ്ലോറും ഒക്കെ. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കനെയാണ് കേട്ടോ. സലയുടെ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിസ്കാരത്തിൻ്റെ സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ഇത് ഉപകാരമായിട്ടുള്ളൊരു സമയം ആ കൊറോണൻ്റെ സമയത്തൊക്കെ നമ്മൾ ഹറമിൽ പോകാനും ഹറമിലകത്ത് കുട്ടികളൊന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പം നമുക്ക് ഏറ്റവും ഉപകാരം തോന്നിയൊരു സമയം വന്നായിരുന്നു കേട്ടോ. കാരണം നമുക്ക് ഹറമ് കാണുകയും ചെയ്യാം. നമുക്ക് ഒരു ഇക്കയും മക്കളും കൂടെ എവിടെ ഇരുന്ന് ഞാൻ ഹറമിൽ പോകും, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അന്ന്. അപ്പോൾ ആ ഒരു സമയമാണ് നമ്മൾ ഈ ഒരു സ്ഥലമൊക്കെ കണ്ടെത്തിയത് കേട്ടോ. മാഷാ അല്ലാ. അതുപോലെ തന്നെ ഇത് ഹറമിൻ്റെ അജിയാദ് ഭാഗത്താണ് കേട്ടോ. ഇവിടെ ചീപ്പസ്റ്റ് ഷോപ്പിംഗ് ആണ് കേട്ടോ. അതായത് നമുക്ക് ഈ ഒരു റോഡ് സൈഡിൽ കാണുന്ന അതാണ് ഞാൻ പറയുന്നത്. ഷോപ്പുകളിൽ അത്യാവശ്യം റേറ്റ് ഉണ്ടാവും. ഈ ഒരു ഭാഗത്തുണ്ടല്ലോ സലയുടെ സമയത്തൊക്കെ ഒരുപാട് ആളുകളുണ്ടാവും. ഇതിവിടെ അലൗഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല കേട്ടോ. ശരിക്ക് പോലീസുകാരൊക്കെ വന്നാൽ ഇവർ ഈ ഒരു തുണിയെടുത്ത് ചുറ്റി കെട്ടി അവർ ഓടും. പക്ഷേ ഇവിടെ ചെറിയ ക്യാഷിനൊക്കെ നമുക്ക്, അതായത് നമ്മൾ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വില പേശിയൊക്കെ സാധനം വാങ്ങിക്കാൻ പറ്റില്ലേ, അതുപോലെ തന്നെയാണ് കേട്ടോ ഇവിടെ. അങ്ങനെ ഈ ഒരു മാർക്കറ്റിൽ അതൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ഗോൾഡ് സൂക്ക് ഉണ്ട്, പിന്നെ ഈത്തപ്പഴത്തിൻ്റെ ഷോപ്പുകളുണ്ട്. പക്ഷെ നമ്മൾ കൂടുതൽ ജെറുവലിൽ നിന്നായിരുന്നു വാങ്ങിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ജെറുവലിൽ ആ ഒരു ഭാഗത്തൊക്കെ ഹറമിൻ്റെ പണി നടക്കുകയെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ നല്ല റേറ്റ് ഉണ്ട്. പക്ഷെ റേറ്റ് കൊടുത്താൽ നമുക്ക് ക്വാളിറ്റി സാധനം കൂടെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കായിരിക്കും നല്ലത്. പക്ഷേ നമ്മൾ അത്യാവശ്യത്തിന് ഇപ്പം നമ്മൾ ആരെങ്കിലുമൊക്കെ വന്ന് കാണാനൊക്കെ പോകുമ്പോൾ നമുക്ക് ഇവിടെ ആണെങ്കിലും അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ കിട്ടാറുണ്ട്. റേറ്റ് അല്പം കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെയാണ് കേട്ടോ കൂടുതൽ ഉംറയ്ക്ക് ആളുകളൊക്കെ വരുമ്പോൾ, നമ്മൾ മലയാളികളൊക്കെ വരുമ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ മലയാളികളെ കാണാറുള്ളത്. അടുത്തത് വീഡിയോയിൽ കാണിക്കുന്നത് കിങ് അബ്ദുള്ള ബിൻ അബ്ദുൽ അസീസ് സംസം വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സെൻ്ററാണ് കേട്ടോ. ഇവിടെ നമ്മൾ ഇക്കാമ വെച്ചിട്ട് നമുക്ക് സംസം വാങ്ങിക്കാം. അപ്പോൾ ആ ഒരു ഫാക്ടറിയാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഇതേപോലെ കാർഡ് വെച്ചിട്ടാണ് നമ്മൾ ഇക്കാമ നമ്പർ അടിച്ചു വെച്ചിട്ടാണ് നമ്മൾ ഇവിടുന്ന് ടോക്കൺ എടുത്തതിന് ശേഷം ഇക്കാമ നമ്പർ കൊടുത്തതിന് ശേഷമാണ് കേട്ടോ നമ്മളിവിടുന്ന് സംസം വാങ്ങാറ്. അപ്പോൾ ഇവിടെ ബിൽ പേയ്മെൻ്റ് ഉണ്ട്. ഒരു സംസത്തിന് 9.75 സൗദി റിയാലാണ് കേട്ടോ വാങ്ങിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമുക്ക് ഇക്കാമ നമ്പർ വെച്ചിട്ട് നമുക്കിവിടെ സംസം വാങ്ങിക്കാൻ കഴിയും. സംസം ഫാക്ടറി എന്നാണ് അധികം ആളുകളും ഇതിനെ പറയുന്നത്. അപ്പോൾ നമ്മളും അങ്ങനെ സംസം കളക്ട് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ ഈ ഒരു നമ്പർ അടിച്ചു കൊടുത്താൽ ഇവിടെ ഇങ്ങനെ സംസം വരും കേട്ടോ. മാഷാ അല്ലാ, ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. കാരണം നമ്മൾ കാണാത്ത സംഭവങ്ങൾ നമ്മൾ കാണുമ്പോൾ നമുക്കതൊരു മാറ്റം തന്നെയല്ലേ. അപ്പോൾ കണ്ടോ, നമ്മൾ 5 സംസമായിട്ടായിരുന്നു എടുത്തിരുന്നത് എൻ്റെ ഓർമ്മയിൽ. അപ്പോൾ ആ ഒരു സംസം ഇതുപോലെയാണ് കേട്ടോ നമുക്ക് കിട്ടിയത് നമ്മുടെ കയ്യിൽ. അതുപോലെ തന്നെ ഇവിടെ ക്യാഷ് പേയ്മെൻറ്റ് അങ്ങനെയല്ല, നമ്മൾ കാർഡാണ് കേട്ടോ കൊടുക്കാറ്. അല്ലാതെ ക്യാഷ് അല്ല കേട്ടോ ഡെലിവറിക്ക് കൊടുക്കാറ്. അപ്പോൾ നമ്മളെടുത്ത സംസമാണിത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല. നിങ്ങളുടെ എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി, നമ്മൾ റിപ്ലൈ തരുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ.